ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ തലമുടി സംരക്ഷിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതൊക്കെ വന്നപ്പോൾ, അലർജിയൊക്കെ വന്നപ്പോൾ എന്തിനാ തലമുടി സംരക്ഷിക്കുന്നതെന്നൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത്ര മുടി ഉണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. ഇത്ര എല്ലാവർക്കും ഇപ്പൊ അങ്ങ് പനങ്കൊല പോലെ മുടി കിടക്കുമല്ലേ? ഒന്നുമല്ല, എനിക്കും ഒക്കെ പനങ്കൊലയൊന്നും ഇല്ലല്ലോ. ഇത്ര കുറച്ച് മുടി കളഞ്ഞെന്നല്ലേ ഉള്ളൂ. അതിനും വേണ്ടി പറയാനൊന്നുമില്ല അല്ലേ? എത്രയോ ഒത്തിരി ആൾക്കാർക്കൊക്കെ മുടിയുണ്ട്. എൻ്റെ പണ്ടത്തെ ഇത്രയുള്ള ഹെയർ സ്റ്റൈലിന് ഞാനുണ്ടല്ലോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹെയർ സ്റ്റൈൽ ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ആ ഹെയർ സ്റ്റൈൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയുള്ള മുടി, ചിലപ്പോൾ ഇത്രയുള്ളായിരിക്കും മുടി, ആ മുടിക്കും നമുക്ക് സൂപ്പറായിട്ട് ഹെയർ സ്റ്റൈല് നല്ല അടിപൊളിയായിട്ട് ആക്കി നമുക്ക് കെട്ടിവെക്കാം. അതൊന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാചകങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാട്ടോ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ നമ്മുടെ മുടി വളർത്തണം എന്നുണ്ടെങ്കിൽ ഈ സാധനം 2 എണ്ണമെങ്കിലും നമ്മുടെ വീട്ടിൽ കാണണം കേട്ടല്ലോ. അപ്പോൾ വീഡിയോയിലോട്ടൊന്ന് പോയേക്കാം. അപ്പൊ രാവിലെ തന്നെ നമ്മുടെ കുളി കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ പാചകം തുടങ്ങുന്നത്. അപ്പൊ ഇന്ന് രാവിലെ നമുക്ക് ഇതാണ് നമുക്ക് ഇന്ന് രാവിലെ കേട്ടോ. പുട്ടും ഏത്തപ്പഴം പുഴുങ്ങിയത്, കടലക്കറി, അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. കുറച്ച് ഇന്നലെ ചേട്ടൻ കുറച്ച് തിരുമ്മി തന്നായിരുന്നു കേട്ടോ, അതുണ്ട്. പിന്നെ ഇനി അടുത്ത പരിപാടി എന്നാന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി ഇന്നത്തെ കവികൾ എന്നൊക്കെ നടത്തുമെന്നുള്ളതാണ്. എൻ്റെ മക്കളെ കൊണ്ടാണ് എനിക്ക് പൊറുതി മുട്ടിയിരിക്കുന്നത്. ഇന്ന് 2-3 ദിവസമായിട്ട് ഇങ്ങനെ മീനില്ലാതെ പോകുന്നതുകൊണ്ട് ഇന്നിനി എന്താ വെക്കുന്നതെന്ന് ആലോചിക്കുക. നമുക്കൊന്നും പ്രശ്നമില്ല. നമുക്കിന്നൊരു അവിയൽ എന്താണേലും വെക്കുന്നുണ്ട്, ഒരു മെഴുക്കുവരട്ടി വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആലോചിച്ചിട്ടൊക്കെ തീരുമാനിക്കാല്ലേ. അപ്പം നമ്മളുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇനി നമ്മള് അവിയലിനെ അടുപ്പത്താക്കി അച്ചിങ്ങ തോര സ്പെഷ്യൽ കൊച്ചിനുള്ളത് വെച്ചു. ഇന്നും എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ഇന്ന് തന്നെ കറി വെക്കണ്ടേ? അമ്മ ഒരു കാര്യം ചെയ്ത് അച്ചിങ്ങ തോരൻ ചിന്നും കൂടെ വെച്ചു. നാളെ ഞാനങ്ങ് പോവല്ലേ, നാളെ അങ്ങോട്ട് ഓഫീസിലോട്ട് പോവല്ലേ. അപ്പം അവിടെ എന്താണേലും അവര് അവിടെ വെജിറ്റബിൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരും ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ലൊട്ടിലൊടുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് ബീൻസ് മെഴുക്കുവരട്ടി ഈ അടുപ്പത്ത്. അപ്പൊ അവിയല്, അച്ചിങ്ങാത്തോരന, ബീൻസ് മെഴുക്കുവരട്ടി, 2 എണ്ണ തോരൻ മെഴുക്കുവരട്ടി. പിന്നെ പുളിശ്ശേരി വെച്ചു. പിന്നെ മാങ്ങാ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടനും ഇഷ്ടമാണ്. ചേട്ടനെ നമുക്ക് തൃപ്തിപ്പെടുത്താം മാങ്ങാ ചമ്മന്തിയില്. പിന്നെ ഞാൻ എന്നെ ചെയ്തു, ഇച്ചിരി മുളകെല്ലാം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരിട്ട് പിഴിഞ്ഞ് ഉള്ളി മുളകും ടേസ്റ്റ്. ഇപ്പോഴെനിക്ക് വെള്ളം വരുന്നു. ഉപ്പും എല്ലാം കൂടെ തിരുമ്മി അതും ഒരു വായിക്ക് ടേസ്റ്റ് കിട്ടുമല്ലോ. പിന്നെ പപ്പടം കൂടെ കാച്ച, ഇന്നും കൂടെ അങ്ങനെ പോട്ടെ, തൈര് കൊണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നുറുങ്ങുകൾ. എന്നെ പാടല്ലേ നമുക്ക് വെജിറ്റബിൾ മാത്രമായിട്ടുള്ള സമയത്ത് മീൻ മാത്രം ഇല്ലാത്ത അവസ്ഥ. അയ്യപ്പൻ തന്നെ ഓടും എന്നും ഈ പറയുന്നുണ്ട്. എന്റെ അയ്യപ്പ ക്ഷമിക്കണേ, ശബരിമല ശാസ്താവേ ക്ഷമിക്കണേ. എല്ലാവർക്കും അറിയാം അല്ലേ, ദൈവങ്ങൾക്കാണേലും അറിയാം. എല്ലാവർക്കും പാടാ കഴിക്കാൻ. അപ്പൊ ഇനി ബാക്കി എന്നാന്നുള്ളത് നോക്കട്ടെ. നമ്മുടെ അവിയൽ റെഡിയായി കേട്ടോ. ഇന്നത്തെ അവിയലുണ്ടല്ലോ സൂപ്പർ അവിയലാണ് കേട്ടോ. അടിപൊളി അവിയലാണ്. അപ്പം നമ്മുടെ അവിയൽ റെഡിയായി. കൊച്ചിന് മാത്രമുള്ള അച്ചിങ്ങാത്തോരൻ റെഡിയായി. ഇതെന്നതായിരുന്നു പിള്ളേരെ? മാങ്ങാ ചമ്മന്തി റെഡിയായി, ബീൻസ് മെഴുക്കുവരട്ടി റെഡിയായി. ഇനി നമ്മുടെ കിച്ചടിയൊക്കെ ചേട്ടനുള്ള എടുത്തെല്ലാം വെക്കട്ടെ. നമ്മുടെ ചോറ് റെഡിയായി കണ്ട. അപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞ ഉച്ച വരെയുള്ള സർവ്വ പണികളും കഴിഞ്ഞു കേട്ടോ. വൈകിട്ട് പലഹാരമല്ല ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നമ്മുടെ മുടി സംരക്ഷണത്തിന്റെ പുതിയ ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ 3 പ്രാവശ്യം 3 ദിവസം കൂടുമ്പോൾ, ആഴ്ച 3 എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ എന്നാ ദിവസമായിരുന്നു? ഇന്ന് ഞായറല്ലേ, 8-ാം തീയതി ഞായറല്ലേ. ഇനി ഞാൻ 10-ാം തീയതി തേക്കും മുട്ട, 12-ന് തേക്കും, 13-ന് തേക്കത്തില്ല. എന്നാന്നോ കാർത്തികയല്ലേ, അതുമല്ല 2 ദിവസം കൂടുമ്പോഴാണ് തേക്കുന്നത്. 10-ാം തീയതി തേച്ചിട്ട് 12-ാം തീയതി തേക്കും, 14-ന് തേക്കും, 16-ന് തേക്കും. അങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം?
നമുക്ക് അലർജി വന്നപ്പോൾ മുടി പൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെമഡിയാട്ടോ, ഒരു ടിപ്സാണ്. ആഴ്ചയിൽ ഒന്ന് ചെയ്യേണ്ടടുത്ത് ഇപ്പം ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അമ്മ അറ്റം വെട്ടിയില്ലേ, അതിൻ്റെ ഡബിളായിട്ട് എനിക്ക് മുടി വളർന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഈ സാധനത്തിനെ എല്ലാം വളർത്തണം. ഒന്നിനെ വളർത്തിയില്ലെങ്കിൽ ഇതിനെ വളർത്തണം. എന്താണെന്നറിയാം? കോഴി. കാരണം നാടൻ കോഴിമുട്ടയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയാട്ടോ. മറ്റേ കോഴിമുട്ടയാണെങ്കിലും ചെയ്താൽ മതി. പക്ഷേ നമ്മൾ എന്നും ഈ ആഴ്ച 2, 3 ഒക്കെ പ്രാവശ്യം ചെയ്യുമ്പോൾ കടയിൽ നിന്ന് മേടിക്കാൻ എല്ലാവർക്കും ഒക്കെ അതിനുള്ള പൈസയോ ഒന്നും കാണത്തില്ലായിരിക്കും. ഇപ്പം നാടൻ മുട്ടയ്ക്ക് ഇവിടെ 8 രൂപ ഞാൻ ഇടയ്ക്ക് കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ആ 8 രൂപ വെച്ച് നമ്മളിപ്പോൾ 2 ദിവസം കൂടുമ്പോൾ മേടിക്കുവാണെങ്കിൽ ഒന്ന് ഓർത്തേ, ഒരു ദിവസം 8 രൂപ, 2 ദിവസം ആകുമ്പോഴത്തേക്ക് 16 ആയില്ലേ? അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും 2 കോഴിയെ വളർത്തുക. എൻ്റെ ഒരു ആവശ്യം ഞാനൊന്ന് പറയുക, പറ്റാവുന്നവർ 2 നാടൻ കോഴിയെ വളർത്തുക കേട്ടോ. ഒരുപാടും ഇല്ലെന്നേ. ആ മുട്ട കൊടുത്ത് നിങ്ങൾക്ക് മിച്ചം വരുന്ന ആ മുട്ട കൊടുത്തിട്ട് നമ്മൾ ആ തീറ്റ വാങ്ങിക്കുക. ഞങ്ങൾ ഇത്തവണ അങ്ങനെയായിരുന്നു മേടിച്ചത്. ഇപ്പോൾ 2 പ്രാവശ്യം മേടിച്ച തീറ്റ അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ മുട്ടയിടുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കരുതോ. അപ്പം ഞാൻ എൻ്റെ കോഴിയുടെ മുട്ടയൊക്കെ വെച്ച് വളർത്തിയ മുടിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പറയാ കേട്ടോ, കാര്യമായിട്ട്. അന്നത്തെ നമ്മുടെ എന്തായിരുന്നു ഇതില്ലേ, ഡൈ നല്ല സൂപ്പറാട്ടോ. കുറച്ച് ഭാഗമൊക്കെ നരയുണ്ടായിരുന്നു, പക്ഷെ നല്ലതായിട്ടായി. ഇതാ നോക്കിക്കേ, നിങ്ങൾ നോക്ക്, ഇതാ കണ്ട, നോക്കിക്കേ എവിടം വരെ എൻ്റെ മുടി ആയെന്നുള്ളത്. ഇതിൻ്റെയൊക്കെ രഹസ്യം നോക്ക് നിങ്ങൾ. കണ്ടല്ലോ മുടി എത്രയും വളർന്നെന്നുള്ളത്. അപ്പം ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, കുറച്ച് മുടിയുള്ളവരാണ്, എല്ലാവർക്കും ഇപ്പം മുടിയുള്ളവരായിരിക്കത്തില്ലല്ലോ. അപ്പം ഞാൻ മുടിയെല്ലാം കാണിച്ചു തന്നില്ലേ, മുടി വളർത്താനുള്ള വിദ്യ പറഞ്ഞു തന്നു. ഇനി മുടി ഇച്ചിരി മുടിയുള്ളെങ്കിലും നിങ്ങൾക്കൊരു നല്ലൊരു ഹെയർ സ്റ്റൈൽ, ഞാൻ എപ്പോൾ പോകുമ്പോഴും കോളേജിലൊക്കെ പോകുമ്പോഴും എല്ലാം പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡ് എടുക്കുക. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. കണ്ടോ എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ സ്റ്റൈല്? എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ സ്റ്റൈല്? സൂപ്പർ അല്ലേ? കാണിച്ചു തരാം. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നോണം. പക്ഷെ ഒരു കാര്യമുണ്ട്, മുടി അഴിച്ചെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ബാൻഡ് ഇത്രയുള്ള ചെറുത് പോരാ, വലിയ വീതിയുള്ള മുട്ടം ബാൻഡ് എൻ്റെ കയ്യിൽ ഇതില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ ഇത് കാണിച്ചത്. ഡ്രസ്സിന് ചേരുന്ന പല കളറിലെ ബാൻഡ് നിങ്ങൾ എടുക്കുക. വീഡിയോ ഒന്ന് തുറക്കണം, കളറില്ലാത്ത പോലെ. ഡ്രസ്സിന് ചേരുന്ന വലിയ വീതിയിലെ മുട്ട ബണ്ണില്ലേ, അതെടുക്കണേ. അപ്പൊ എന്നാ എടുക്കണം? ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. കണ്ടല്ലോ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഇതിന്റെ തീരുന്നിടം വരെ ഇങ്ങനെ എടുത്തോണ്ട് വരണേ. എന്നിട്ട് വീണ്ടും വലിയ ബാൻഡാണെങ്കിലുണ്ടല്ലോ നല്ല സൂപ്പർ ആയിട്ടിരിക്കും കേട്ടോ. വലിയ ബാൻഡാണെങ്കിൽ ഇതൊക്കെ എന്നിട്ട് ഇങ്ങനെ നല്ല ഭംഗിയില് ഇങ്ങനെ ആക്കി വെക്കുക. ഇവിടെ വേണേ ഒരു പൂവൊക്കെ വേണമെങ്കിൽ വെക്കാം. വലിയ ബാൻഡാണെങ്കിൽ ഇത്തിരി മുടിയുള്ളവർക്ക് ഇത്ര മുടിയായിട്ട് തോന്നും. അപ്പം മനസ്സിലായല്ലോ, എല്ലാവരും ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ മുടിയുടെ കാര്യം ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇനിയെങ്കിലും ചെയ്യാത്തവർ ചെയ്യുക. പിന്നെ കുറെ ആൾക്കാർ ആരോ ഒരാൾ പറഞ്ഞായിരുന്നു, നമ്മുടെ ചേച്ചി എൻ്റെ മുടി എത്ര ഇതായിട്ടും വളരുന്നില്ല. എന്താണേലും ചിലർക്ക് ഇച്ചിരി താമസം വരുന്നതായിരിക്കും. ഇത് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു തരാമല്ല, എൻ്റെ ഇതിൻ്റെയൊക്കെ മാറട്ടെ. എന്നെ മാറി കേട്ടോ, മൊത്തം മാറി, അലർജിയുടെ മാറിക്കഴിഞ്ഞ് നല്ലതായിട്ടായിക്കഴിഞ്ഞ് ഞാൻ ബാക്കി ചെയ്യുന്ന കാര്യങ്ങളൂടെ പറഞ്ഞൊക്കെ തരാം. പിന്നെ ഞാൻ അമ്പലത്തിൽ പോയ വിശേഷങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും, എൻ്റെ നാള് പറഞ്ഞപ്പോഴും ഒത്തിരി ആൾക്കാർ പറഞ്ഞു, ചേച്ചി എൻ്റെ മോളുടെയും മോൻ്റെയും ഒക്കെ നാള് കാർത്തിക അടിപൊളിയാട്ടോ. എൻ്റെതായിട്ട് ഞാൻ പറയുമല്ല, ഏതെങ്കിലും ഒരു സമയം നമ്മുടെ ഈ കാർത്തിക നാളിനൊരു കീർത്തി കേൾക്കും. അപ്പോൾ എനിക്ക് ഈ പ്രായത്തിലായിരുന്നു എൻ്റെ നാള് കീർത്തി കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരുവിധ ആൾക്കാർക്കൊക്കെ എൻ്റെ കൂട്ടുകാരി അവൾ പറഞ്ഞു, ചേച്ചി എത്ര കറക്റ്റാ കാർത്തികക്കാർ കീർത്തി. ചേച്ചിക്ക് ഇപ്പോഴാണെങ്കിലും ചേച്ചി കുറേ ആൾക്കാർ അറിഞ്ഞല്ലോ, സത്യമല്ലേ? ഇപ്പൊ തന്നെ 44,000 അടുക്കുന്നുണ്ട്. അത്രയും ആൾക്കാർ നമ്മളെ അറിഞ്ഞില്ലേ? എവിടെ ചെന്നാലും ഇപ്പോൾ കുറേ ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്നെ പെട്ടെന്ന് പിടി കിട്ടുന്നുണ്ട്. അതൊക്കെ ശരിക്കും ഒരു കറക്റ്റ് തന്നെ കേട്ടോ. അതുപോലെ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ മൂത്ത മോൻ കാർത്തിക, അവൻ സയന്റിസ്റ്റാണ്. അവന് ഭയങ്കര ബുദ്ധിയാണ്. അവനെ ലോകം ഒരുവിധം എല്ലാ ആൾക്കാർക്കും അറിയാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അങ്ങനെ കുറേ ആൾക്കാരെ എനിക്കറിയാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എല്ലാ നാളും നല്ലത് തന്നെ കേട്ടോ. ഓരോ ജനന സമയം പോലെ ഇരിക്കും നാളുകൾക്ക്. പിന്നെ ചില നാളിന് ഇങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റായ കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇത് നേരെയാണെന്നുണ്ടെങ്കിൽ എല്ലാം റെഡിയാവും അല്ലേ. കുടങ്ങലിൻ്റെ ഇലയുടെ കാര്യം ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം അവർക്ക് മിക്കവരും അതൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. ഭയങ്കര വിറ്റാമിനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു സബ്സ്ക്രൈബർ വന്ന് ഇത് തഴുതാമയാണോ എന്ന് ചോദിച്ചു. തഴുതാമയെന്ന് പറയുന്ന വേറെ ഇല കേട്ടോ. തഴുതാമ അടിപൊളിയാണ്. മൂത്രം യൂറിൻ സംബന്ധിച്ചുള്ള അസുഖത്തിന് തഴുതാമ ഭയങ്കര നല്ലതാണ്. ഇതൊക്കെ ഞാൻ പറയുന്നതെന്നു നമ്മുടെ ഇവിടെ അമ്മയ്ക്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തഴുതാമ ഇലയാണേലും ഞാൻ ഇഷ്ടംമാതിരി കഴിച്ചിട്ടുണ്ട്. ചക്കക്കുരും കൂടി ഇട്ട് നമ്മൾ വെക്കണമല്ലേ, അടിപൊളിയാ. ഇനിയിപ്പം നമുക്ക് പ്ലാവെ ചക്കയൊക്കെ ഉണ്ടായി തുടങ്ങുമ്പോൾ ചക്കക്കുരു മഞ്ഞൻ കറി, ചക്കത്തോരൻ, കൂഞ്ഞില് തോരൻ, ഇത് ചീരയും ചക്കക്കുരും കൂടെ തോരൻ, ചീര അവിയലിനകത്ത് ചക്കക്കുരു ഇടുന്നു. ചക്കക്കുരു മയം അല്ലേ, സത്യം പറഞ്ഞ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മുടിയൊക്കെ വളർത്തണം എന്നുണ്ടെങ്കിൽ 2 കോഴിയെ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി വളർത്തണം കേട്ടോ. കാരണം നിങ്ങൾക്ക് വിലയ്ക്കൊന്നും മേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മുടെ സ്വാമി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞാൽ കാപ്പിയെല്ലാം കുടിച്ച് എല്ലാം റെഡിയായി അവിടെ ഇരിപ്പുണ്ട്. ചെറിയ ആളിന് അവധിയല്ലേ, ഇന്ന് ഞായറാഴ്ചയല്ലേ. അപ്പം ഇന്നത്തെ വിശേഷം. അപ്പോൾ കാർത്തികയ്ക്ക് ഞങ്ങൾ 13-ാം തീയതി കാർത്തികയ്ക്ക് നമ്മൾ കാർത്തിക വിളക്ക് എല്ലാവരും കത്തിക്കത്തില്ലേ, അപ്പോൾ വിളക്കൊക്കെ കത്തിക്കുന്ന വീഡിയോയും ഒക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് അത് പിറ്റേ ദിവസമല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. കാരണം അന്ന് സന്ധ്യ ആകുമ്പോഴല്ലേ നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെയാണ്. ഇനി നിങ്ങളെ ഞാൻ നമ്മുടെ നാഗമ്പടത്ത് ഒരു അടുത്തോളം നാഗമ്പടത്ത് പോയി ഒരു കാണാത്ത കുറേ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇന്നല്ല, വേറൊരു ദിവസം. ഏത് ദിവസം പോകുന്നത് നമുക്കറിയത്തില്ല, ചേട്ടനായിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോഴൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഒരാൾ അവിടെ നിന്ന് മഹാഭാരതം ഇരുന്ന് വായിക്കുന്നുണ്ട്. എവിടം വരെ ആയോ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ വായിച്ചത് തന്നെയൊക്കെ ആയിരിക്കും ഇരുന്ന് വായിക്കുന്നത്. ചിലപ്പം എന്നോട് വന്ന് പറയും നമ്മുടെ അമ്മ, വായിച്ച് തീർന്നടി, ഇനി എനിക്കൊന്നും വായിക്കാനില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഒരിക്കലും തീരത്തില്ല നാമ. പുസ്തകം ആദ്യം തൊട്ട് വീണ്ടും റിപ്പീറ്റ് അടിക്കുക അല്ലേ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിനകത്താണ് ഞാൻ എല്ലാവരുടെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതിയിടുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്തിയേക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞ പോലൊക്കെ ചെയ്തേക്കണം. അപ്പം അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.